ലെറ്റ്സ് ഗോ ഫോർ എൻ ഐലൻഡ് ടൂർ. ആക്ച്വലി പട്ടായൻ്റെ ആ വൈബിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു വൈബ് മാറ്റി പിടിച്ച് ഞങ്ങൾ ഐലൻഡ് ടൂറാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഈ ഒരു വീഡിയോ ഫുള്ള് കാണണേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് നിങ്ങളൊന്ന് പോയി ജസ്റ്റ് കാണണം കേട്ടോ. എല്ലാം അടിപൊളിയാണ്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഞങ്ങളുടെ തായ്ലൻഡിൽ ഡേ 5 ആണോ 4 ആണോ? ഓക്കെ, ഞങ്ങളിപ്പോൾ ഫുക്കറ്റിലാണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 7:50 ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഫിഫി ഐലൻഡ് ടൂർ ഉണ്ട്. അതായത് കുറേ ഐലൻഡ്സ് ആൻഡ് ഫൈനലി ഫിഫി ഐലൻഡിലേക്ക്, ഫിഫി അല്ല പിപി ഐലൻഡ് എന്നായിരുന്നു ഇവിടുത്തെ ഒരാളിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവം. അപ്പം ഒരു വണ്ടി താഴെ വന്നിട്ടുണ്ട്, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരും. അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഓൺ ദി വേ കാണിച്ചു തരാം കേട്ടോ. ബാക്കി ഇൻട്രോ ഒക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും, ഇപ്പം ടൈമില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ആ പറഞ്ഞതിൽ ഒരക്ഷരം പോലും തെറ്റില്ല കേട്ടോ. ഞങ്ങൾ തായ്ലൻഡിലുണ്ടായിരുന്ന അത്രയും ദിവസവും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതിന് പകരം കുടിക്കുന്നൊരു സംഭവമായിരുന്നു സീവിറ്റ്. അതായത് ഉറക്കത്തിൻ്റെ ക്ഷീണം, ലൈക്ക് ഭയങ്കര ടയേർഡായിരിക്കും ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്. ആ ഒരു ടയർഡ്നെസ് മാറ്റാൻ എന്തുകൊണ്ടും ഞങ്ങളെ ആ സീവിറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രാവിലെ തന്നെ ഈ ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ആ കഞ്ചാവ് ചെടിയിലോട്ട് എന്തേലും കണ്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി നേരെ ഞങ്ങൾ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്ന ആ സ്ഥലത്തേക്ക് പോവാട്ടോ. കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഉറക്കം കിട്ടാഞ്ഞിട്ട്, ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 മണിയൊക്കെ ആയിരിക്കും. പിന്നെ രാവിലെ 7 മണിക്കൊക്കെ ആയിരിക്കും അടുത്ത പരിപാടിക്ക് വേണ്ടി എഴുന്നേക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്ന ടൈം ഭയങ്കര കുറവാണ്. അങ്ങനെ ദേ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഐലൻഡിലേക്ക് കൊണ്ടുപോകാം. ബ്രേക്ക്ഫാസ്റ്റും അവരുടെ വക തന്നെയായിരുന്നു. സോ ഇപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ പറ്റി ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ അവരിന്ന് നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു എന്നൊരു ലിസ്റ്റും ആയിരുന്നു തന്നത്. ആക്ച്വലി അവരിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് പിലെ ലഗൂൺ, മങ്കി ബീച്ച്, അതേപോലെ വൈക്കിംഗ് കേവ്, മായാബി ബീച്ച് ഉണ്ട്, ആൻഡ് ദ ഫൈനൽ പിപി ഐലൻഡ്. പിപി എന്നാട്ടോ പറയുന്നത്, ഫിഫി ഐലൻഡ് എന്നല്ലേ. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ആ ഒരു ഐലൻഡ് ടൂറിന് മാച്ച് ആവാത്തില്ല എന്നുള്ളൊരു ഫീൽ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ സ്പീഡ് ബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്ത്, ലൈക്ക് നമ്മളെല്ലാം തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടൂലേ, ആ ഒരു രീതിയിലായിരുന്നു സ്പീഡ് ബോട്ടിൽ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയതല്ല. ആക്ച്വലി ആ സ്പീഡ് ബോട്ടിൽ നമുക്ക് പോകുമ്പം അങ്ങനെയാണ് ഫീൽ ചെയ്യുക. നല്ലപോലെ ഉറങ്ങാൻ പറ്റും. ഞങ്ങൾ ചെറുതായിട്ട് ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടായ വൈക്കിംഗ് കേവിലെത്തി. ആക്ച്വലി ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടാണ്. അതായത് നമ്മൾ ടിപ്പിക്കൽ തായ്ലൻഡിൽ പോകുമ്പം എല്ലാവരും ഇടുന്നൊരു ഒരു ബോട്ട്, അതായത് കളർഫുൾ ബോട്ടിൻ്റെ ഇതിൽ നിന്നൊരു ഫോട്ടോ ഇല്ലേ, ആ ഒരു സ്പോട്ടാണ് ഇതെന്ന് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ 4 പേരും ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായില്ല. കാരണം ഒരു ഫോട്ടോയ്ക്ക് എന്തോ ഒരു 150 തായ് ബാത്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയത് ഇതാട്ടോ. ഈ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കളർഫുൾ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ആ ഒരു ബോട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നായിരിക്കും നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. ഞങ്ങളതിന് നിന്നില്ല. സോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 10 to 15 മിനിറ്റ്സ് അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ പിലെ ലഗൂൺ ആട്ടോ. ആക്ച്വലി ഇവിടെ എത്തിയപ്പം സ്വിമ്മിങ് അറിയാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചൊരു ടൈമായിരുന്നു ഇവിടെ എത്തിയപ്പം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നീന്താൻ പറ്റും, ലൈക്ക് വെള്ളത്തിന് താഴേക്ക് പോകാൻ പറ്റും. അയ്യോ, സത്യം പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. കാരണം നമുക്ക് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് നീന്തൽ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും അവിടെ തന്നെ നിന്ന് ആൻഡ് അവിടുന്ന് ഞങ്ങൾ എന്താ പറയുന്ന തീരുമാനിച്ചൊരു കാര്യമാണ് ഈ വർഷം എങ്ങനെയെങ്കിലും സ്വിമ്മിങ് പഠിക്കുമെന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ നേരെ കൊണ്ടുപോയത് മായാബി ബീച്ചിലേക്കാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മായാബി ബീച്ച് ഇസ് കിടിലം ഗൈസ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. നമ്മൾ പോകുന്ന വഴിയിലാണ് ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറൊക്കെ ഉള്ളത്. ആൻഡ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കുണ്ടായപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു അയ്യോ ഇത് ഭയങ്കര ശോകമായി പോവും, അറിയില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുമ്പം കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു.
തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ആൻഡ് പോകുന്ന റൂട്ടും ലൈക്ക് ആ ഒരു ചെറിയ വഴിയുണ്ട്, അത് അടിപൊളിയാണ്. ഞങ്ങൾ പേടിച്ചതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അലമ്പായിരിക്കും, കാരണം എന്ന് പറഞ്ഞാൽ തിരക്കല്ലേ, അതുകൊണ്ട് അലമ്പായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ അമ്മോ, ഈ ഒരു സ്ഥലത്ത് കയറിയിട്ട് കിട്ടിയ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയായിരുന്നു. കാരണം ഞാൻ പണ്ട് മറ്റേ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ട് കണ്ടുകൊണ്ടിരുന്ന നീലക്കടൽ, പിന്നെ നല്ല കൂറ്റൻ 2 മലകൾ, അത് ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നേരം ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മറ്റേ സീഷെല്ല്, മണൽ അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ലെന്ന്. ആക്ച്വലി ഇവിടുത്തെ മണലിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര സോഫ്റ്റ്, ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവിടുത്തെ മണൽ. അങ്ങനെ ഒരുപാട് ഷെൽസോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മണലാണ്. പക്ഷേ എനിക്കൊരു ഷെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷെല്ല് മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ അധികം നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആൾക്കാരിങ്ങനെ മാറിത്തരും, അതായത് അവർ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പം അവർ ആ സ്ഥലത്തുനിന്ന് മാറി തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ സ്പീഡ് ബോട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ കൊണ്ടുവന്നത് മങ്കി ബീച്ചിലേക്കാട്ടോ. ആക്ച്വലി ഈ മങ്കി ബീച്ചിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ ഫുക്കറ്റിൽ വന്ന അന്ന് ഭയങ്കര മഴയായിരുന്നു, അതായത് തായ്ലൻഡിൽ കുറച്ച് ദിവസമായിട്ട് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കയറിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ ഇരുന്ന് മങ്കീസിനെ എല്ലാം കണ്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ആക്ച്വലി ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, നമുക്ക് മീനുകളൊക്കെ കാണാൻ പറ്റും. ഈ നീല കളറിലുള്ള ആ വെള്ളത്തിൽ കൂടെ പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറത്താണ്. ഞാൻ ഈ പറയുമ്പം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോസൊക്കെ പിന്നെയും കാണുമ്പം എൻ്റെ അന്നത്തെ ആ ഒരു ഇമോഷൻ എനിക്ക് ഇപ്പോഴും ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ ഹൈലി എക്സൈറ്റഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര സമാധാനം എന്ന് പറയത്തില്ലേ, സമാധാനമായിരുന്നു എനിക്ക് ലൈക്ക് ഈ ഒരു ഐലൻഡ് ടൂർ വഴി കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്പോട്ടിലേക്ക് പോകുന്നു, നമുക്ക് ചുമ്മാ ഇങ്ങനെ നോക്കി നിന്നാലും ലൈക്ക് വാവ് എന്നുള്ളൊരു സംഭവം. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മങ്കി ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ അടുത്ത സ്നോർക്കലിംഗ് സ്പോട്ടിലേക്കാട്ടോ കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നോർക്കലിംഗ് ഈസ് വേറെ ലെവൽ ഗൈസ്. ആ നീന്തൽ അറിയാത്തതിൻ്റെ ആ ഒരു റിഗ്രറ്റ് ഇവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സംഭവം ഇവർ നമുക്ക് തന്ന് നമ്മളിത് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഫോറിനേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ. ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോറിനർ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമ്മളെ. അങ്ങനെ പിന്നെ ഞാനും ആശയായിരുന്നു ആദ്യമേ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ആ റൗണ്ട് സംഭവമില്ലേ, ആ റൗണ്ട് സംഭവത്തിൽ നമ്മൾ പിടിച്ച് കിടന്നാൽ മതി, അവർ തന്നെ നമ്മളെ കുറേ ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോയി കാണിക്കും. അയ്യോ, ആ ഒരു സീനുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് അഡ്വഞ്ചറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ വെള്ളത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ കിടക്കുമ്പം മീനൊക്കെ നമ്മളുടെ അടുത്തൂടെ നമ്മളുടെ കയ്യിലൊക്കെ തട്ടിയിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഏതോ ഒരു മീൻ എൻ്റെ കവളിൽ കൂടെ ഒക്കെ തട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. അത് വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറയുമ്പം ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ആ ഒരു ഫീലാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ശരിക്കും പറഞ്ഞാൽ എനിക്കും ആശയ്ക്കും നല്ല പേടിയുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടി, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും നീന്തൽ അറിയത്തില്ല. സോ അങ്ങനെ അന്ന് ഇറങ്ങാണ്ടിരുന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു വൃത്തിയിട്ട സംഭവമായേനെ. കാരണം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നു. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം. ഇത് വേറൊരു ഫീൽ തന്നെ കേട്ടോ ഈ ഒരു സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ കയറിയതിന് ശേഷം ഇവർ 2 പേരും ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അവരെ കൊണ്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വാട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ഇറ്റ്സ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ വോയിസ് ഓവറോ ഒന്നും കൊടുക്കാൻ തോന്നിയിട്ടില്ല. ലൈക്ക് ഇതേപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ആ വീഡിയോ കാണാറുണ്ട്. എന്തോ മനസ്സിന് ഭയങ്കര സമാധാനമാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിപി ഐലൻഡിലേക്കാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ആയിരുന്നു ലഞ്ച് പറഞ്ഞിരുന്നത്, അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. ആൻഡ് നിങ്ങൾ ഇനി കുറച്ച് നേരം ഈ സൗണ്ടും ആ ഒരു വ്യൂവും മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാട്ടോ.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് അന്നത്തെ ആ ഒരു ഇപ്പം ഏകദേശം പോയിട്ട് വന്നിട്ട് ഞങ്ങൾ 3 മാസമായി. ഇപ്പോഴും ഞാൻ ആ വീഡിയോ കാണുമ്പം എനിക്കെന്തോ ആ ഒരു ഫീലാണ് കിട്ടുക. ഇങ്ങനെ ചുമ്മാ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്, ഭയങ്കര സമാധാനമാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ സ്പീഡ് ബോട്ടിൽ അവിടേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം ലഞ്ച് കഴിച്ചിട്ട് സ്പീഡ് ബോട്ടിൽ കയറിയാൽ വാൾ വെക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ ഞങ്ങൾ ആരും വാൾ വെച്ചില്ല. എനിക്ക് സ്പീഡ് ബോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരൊരു ബീച്ചിലേക്കാട്ടോ, അത് ഈ പിപ്പി ഐലൻഡിൻ്റെ തന്നെ ഒരു ബീച്ചിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് കിടന്ന് അർമാദിച്ച്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ബീച്ചിൽ കിടന്ന് അർമാദിച്ചിട്ടില്ല. ലൈക്ക് പിന്നെ കുറേ അധികം മായാബിയെ കണ്ട ആ ഒരു മണലോ ആ ഒരു ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ. ഇവിടെ വേറൊരു രീതിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പേടിയുള്ളൊരു കാര്യമായിരുന്നു മഴ കിട്ടുമോ എന്നുള്ളത്. കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങിയിടം മുതൽ നല്ല മഴ കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ശരിക്കും ഇന്ന് മഴ കിട്ടിയായിരുന്നെങ്കിൽ ഇന്നത്തെ ഹോൾ ഐലൻഡ് ടൂർ വൻ ശോകമായി പോയേനെ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്പീഡ് ബോട്ടിൽ കയറിയപ്പോഴായിരുന്നു മഴ പെയ്തത്. പിന്നെ ഞങ്ങൾ പോയ ഈ ഒരു ടീമുണ്ടല്ലോ, ഈ പിപ്പി സബൈ മറൈൻ എന്ന് പറയുന്ന ഈ ഒരു ടീമുണ്ടല്ലോ, ശരിക്കും അടിപൊളി ടീമാട്ടോ. ഇവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഭയങ്കര കോർപ്പറേറ്റീവ് ആയിരുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും. അവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ അത്യാവശ്യം നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ലൈക്ക് ഇവരുടെ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഗൂഗിളിൽ നോക്കിയാൽ നമ്പർ കിട്ടും. പിന്നെ അവരുടെ താങ്ക് യു സ്പീച്ചും അടിപൊളിയായിരുന്നു. അങ്ങനെ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ദിവസം ഇന്നിവിടെ കഴിയാണ്. ഐലൻഡ് ടൂർ ഡേ വാസ് അടിപൊളി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് എത്തി. പോകുന്ന വഴി നല്ല തിരക്കായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം എടുത്തു ഞങ്ങളുടെ റൂമിലെത്താൻ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ